ഇടുക്കി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ഗർഭസ്ഥ ശിശു മരിച്ചത് ചികിത്സാ പിഴവ് മൂലമെന്ന് പരാതി. മാങ്കുളം സ്വദേശിയുടെ കുഞ്ഞാണ് മരിച്ചത്. ആശുപത്രി ജീവനക്കാർ ചികിത്സ നിഷേധിച്ചെന്ന ആരോപണം. തിരിച്ച് ഞങ്ങൾ വണ്ടി വിളിച്ച് രാത്രി 1-1:30 2 മണിയായി എത്തിയിട്ട് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഡോക്ടറില്ല. അപ്പോഴത്തേന് പുള്ളിക്കാർക്ക് നമ്മൾ സമയം കഴിഞ്ഞു പോയി, എത്രയും വേഗം നിങ്ങൾ മോശമല്ല സിസ്റ്ററിനാണ്. ഞങ്ങൾ അവിടെ പോയി ഉടനെ അപ്പം തന്നെ ഓപ്പറേഷൻ ചെയ്തിട്ട് കഴിഞ്ഞ് കൊച്ചിട്ടുണ്ട് കൊച്ചു മരിച്ചു. കൃത്യമായി നമുക്ക് ചികിത്സ കിട്ടാത്തതുകൊണ്ടാണ് സംഭവിച്ചത്. ഞങ്ങളന്ന് 1 ദിവസം കൊണ്ട് അഡ്മിറ്റ് ആയിട്ടില്ലോ. ഇപ്പം എന്തിനാണ് അവർ അഡ്മിറ്റ് ആക്കി? എനിക്ക് വന്നതിന് ആർക്കും ഇരിക്കുന്നില്ല, ഈ കേരളത്തിൽ ആർക്കും ഇല്ല. ഞാനൊരു പാവമാണ്, എനിക്കറിയാം. എൻ്റെ അച്ഛനില്ല, അമ്മയില്ല, കുട്ടിയില്ല, 5 പിള്ളേർക്ക് കൂടി ഞാൻ ജീവിക്കുന്നില്ല. എനിക്കതിനെ പ്രത്യേകിച്ച് വരുമാനം സംബന്ധിച്ച് എനിക്ക് മുൻപില്ല. വാർത്തയുടെ വിശദാംശങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നു. ബിനീഷ്, ഗർഭസ്ഥ ശിശു മരിച്ചത് ചികിത്സാ പിഴവ് മൂലമെന്ന ബന്ധുക്കളുടെ പരാതി. ഇടുക്കി അടിമാലി താലൂക്ക് ആശുപത്രിക്കെതിരെയാണ് കുടുംബം പരാതി ഉന്നയിച്ചെത്തിയിരിക്കുന്നത്. എന്നാൽ ആശുപത്രി ജീവനക്കാർ ചികിത്സ നിഷേധിച്ചെന്ന് ആണ് ആരോപണമായി രംഗത്തെത്തിയിരിക്കുന്നത്. വിവരങ്ങൾ. കുറത്തിക്കുടി സ്വദേശിനിയായ ആശ വയറുവേദനയെ തുടർന്നാണ് കഴിഞ്ഞ മാസം 14-ന് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം യുവതിയെ വിവിധ പരിശോധനകൾക്ക് വിധേയമാക്കുകയും ചെയ്തു. പിന്നീട് യുവതി ആശുപത്രിയിൽ നിന്നും തിരികെ വീട്ടിലേക്ക് അയക്കുകയായിരുന്നു. പ്രസവാവശ്യത്തിനായി ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ആശുപത്രിയിലെത്തി അഡ്മിറ്റായാൽ മതിയെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവര് തിരികെ വീട്ടിലേക്ക് മടങ്ങിയത്. ഏതായാലും രാത്രിയോടെ യുവതിക്ക് വയറുവേദന കലശലായി. രാത്രി തന്നെ ദമ്പതികൾ വീണ്ടും ആശുപത്രിയിലേക്ക് പുറപ്പെട്ടു. പിന്നീട് താലൂക്ക് ആശുപത്രിയിൽ എത്തിയതോടെ ഈ യുവതിയുടെ പരിശോധനയിൽ തന്നെ യുവതിയുടെ പ്രസവം എടുത്തതായി തിരിച്ചറിയുകയും സർജറിക്കായി അനസ്തേഷ്യ ഡോക്ടറുടെ സേവനം ആ സമയം ലഭ്യമായിരുന്നില്ല. അതുകൊണ്ട് മറ്റൊരു ആശുപത്രിയെ സമീപിക്കാൻ തന്നെയാണ് യുവതിക്ക് ഈ സർക്കാർ ആശുപത്രിയിലെ ജീവനക്കാർ നിർദ്ദേശം നൽകിയത്. പിന്നീട് അടിമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ യുവതിയെ എത്തിച്ചു. സർജറിയിലൂടെ യുവതിയുടെ പ്രസവം നടന്നെങ്കിലും കുഞ്ഞിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടതായിരുന്നില്ല. വൈകാതെ കുഞ്ഞ് മരിക്കുകയായിരുന്നു. ഈ കുഞ്ഞിന്റെ മരണം സ്ഥിരീകരിച്ചതോടെ യുവതിയെ ബന്ധുക്കൾ തുടർ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഈ 14-ന് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ വയറുവേദനയെ തുടർന്ന് ചികിത്സ നേടിയ യുവതിയുടെ ഈ ഗർഭസ്ഥ ശിശുവിന്റെയും ആരോഗ്യനില വേണ്ട വിധം ഈ ആശുപത്രി അധികൃതർ മനസ്സിലാക്കാതെ തിരികെ അയച്ചെന്നാണ് ഈ കുടുംബത്തിന്റെ ഒരു സ്ഥാതി ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞ് മരിക്കാനിടയെന്നാണ് ഇവരുടെ കുടുംബം ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഏതായാലും ഈ അതേ ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം കൃത്യമായി തന്നെ ഇവർക്ക് ചികിത്സ നൽകിയെന്നാണ് ഈ ആശുപത്രി അധികൃതർ ഇപ്പോൾ നൽകുന്ന വിവരം. ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ ഈ അടിമാലി സർക്കാർ ആശുപത്രിക്കെതിരെ വന്നിരിക്കുന്നത്. ഏതായാലും ഈ കുഞ്ഞും മരിച്ച കൃത്യമായി ഈ ആളുകളുടെ ഈ അധികൃതരുടെ അനാസ്ഥ കൊണ്ട് തന്നെയാണ് ഈ കുഞ്ഞ് മരിക്കാനിടയെന്നാണ് ഈ വിവിധ രാഷ്ട്രീയ നേതാക്കളെല്ലാം തന്നെ ആരോപണമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഏതായാലും ഇതിൽ കൃത്യമായി പരിശോധിച്ച് ഈ ആശുപത്രി അധികൃതർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്നാണ് ഈ കുട്ടിയുടെ ബന്ധുക്കളടക്കം പറയുന്നത്. ശരി, ബിനീഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന സംഭവത്തിൽ രക്ഷാപ്രവർത്തനം വൈകിയതിൽ വിമർശനവുമായി ആരോഗ്യവകുപ്പ് മുൻ ഡയറക്ടർ സരിത ശിവരാമൻ. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കേണ്ട നിരവധി സാഹചര്യങ്ങൾ ആരോഗ്യവകുപ്പിൽ